ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. ലക്കി ഭാസ്കർ 38 ദിനങ്ങൾ പിന്നിടുകയാണ്. OTTയിൽ വന്ന് ഒരാഴ്ച കഴിയുന്ന സിനിമയ്ക്ക് എന്ത് പ്രസക്തി എന്ന് ചോദിക്കുമ്പോൾ അതിനു മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇന്ന് 38-ാം ദിവസം സിനിമ എത്തുമ്പോഴും എല്ലാ ഷോകൾക്കും മികച്ച റെസ്പോൺസ് തന്നെയാണ്. ഇന്നലെ കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് ലഭിച്ചത് ഏകദേശം 35-40 ലക്ഷം രൂപയാണ്. ഒന്നാലോചിച്ച് നോക്കുക, OTTയിൽ വന്നു കഴിഞ്ഞിട്ട് 10ഓളം ഷോകൾ 15ഓളം ഷോകൾ മാത്രമാണ് സിനിമയ്ക്ക് കേരളത്തിൽ ആകെ ഉള്ളൂ. അതിനകത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ആ സിനിമയുടെ മാറ്റ് അറിയാം. കേരളത്തിനെ വിട്ടേക്കുക, ഇനിയുള്ളത് തമിഴ്നാടാണ്. തമിഴ്നാട്ടിലേക്ക് ചെല്ലുകയാണെങ്കിൽ ഇന്ന് ശനിയാഴ്ച നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നത് ഓറഞ്ച് അലേർട്ട് തന്നെയാണ്. അതായത് ഒരു സിനിമ ഇറങ്ങി 10-25 ദിവസം കഴിഞ്ഞിട്ട് ഓടുക അല്ലെങ്കിൽ 50 ദിവസം കഴിഞ്ഞ് ഓടുന്ന പ്രസക്തി അല്ല ഇതിനുള്ളത്. OTTയിൽ വന്നു കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യമാണ്. അവിടെ നമുക്ക് കാണാം. നിങ്ങൾക്ക് ഇപ്പോൾ ബുക്ക് മൈ ഷോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചെന്നൈ മാത്രം എടുക്കുകയാണെങ്കിൽ ഏകദേശം 35-40 ഷോയാണുള്ളത്. അതിനകത്തിൽ ഏകദേശം ഒരു 28ഓളം ഷോകൾ ഓൾമോസ്റ്റ് ഫുള്ള് എന്നുള്ള ലെവലിൽ തന്നെയാണ്. തമിഴ്നാട്ടിൽ മൊത്തമായി 100-ന് മുകളിലുള്ള ഷോകളുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഏത് റേഞ്ചിലാണ് സിനിമയുടെ പോക്ക്? ഇതിനോടകം തന്നെ സിനിമ 135-138 കോടിയിലേക്ക് എത്തിയിട്ടുണ്ട്. കേരള കളക്ഷൻ മാത്രമായിട്ട് എത്തിയിരിക്കുന്നത് 24,78 ലക്ഷം രൂപയോളം ആണെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതായത് ഒരുപക്ഷെ ഫൈനൽ 25 കോടിയിലേക്ക് ടച്ച് ചെയ്യും. അത് 50 ദിവസം വരെയൊക്കെ സിനിമ ഓടുകയാണെങ്കിൽ തീർച്ചയായും എത്തും. കാരണം ആവറേജ് സിനിമയ്ക്ക് 40,000 50,000 രൂപയുടെ അടുത്ത് ഇപ്പോഴും വരുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ശനി ഞായർ. അല്ലാത്ത ദിവസങ്ങൾ 25,000-30,000 രൂപ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. 35-ാം ദിവസം വരെ സിനിമയ്ക്ക് 2 ലക്ഷം രൂപയ്ക്ക് മുകളിലായിരുന്നു പെർ ഡേ കളക്ഷൻ വന്നിരുന്നത്. എന്തായാലും നമ്മൾ കാത്തിരിക്കുകയാണ്. ഈ ഒരു സിനിമ ഒരു അത്ഭുത സിനിമയായിട്ട് മാറുകയാണ്. വേറെ ഒന്നുമല്ല, ലക്കി ഭാസ്കർ ഫുള്ളി ലക്കി ആയി മാറുന്നു എന്നുള്ളത് തന്നെ. നിങ്ങൾ ആരൊക്കെയാണ് ഈ ഒരു സമയത്ത് സിനിമ കാണുന്നത്? ചെന്നൈയിൽ നിന്നോ അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ നിന്നോ ഒക്കെ ഈ ഒരു സിനിമ ഇപ്പോൾ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങളൊന്ന് പങ്കുവെക്കാം. എന്താണ് സിനിമയുടെ ക്വാളിറ്റി? എല്ലാവരും ഒരു കാര്യം അംഗീകരിച്ചാണ് മികച്ച ഒരു സിനിമ തന്നെയാണ് എന്നുള്ളത്. ബാക്കി തിയേറ്റർ എക്സ്പീരിയൻസ് നിങ്ങൾ ഇപ്പോഴാണ് ചെയ്യുന്നതെങ്കിൽ അതൊന്ന് പറയുക. OTTയിൽ കണ്ടിട്ട് നമ്മളുടെ ഒരുപാട് കൂട്ടുകാർ തന്നെ പറഞ്ഞിരുന്നു ഇത് മസ്റ്റ് തിയേറ്റർ വാച്ച് ആയിരുന്നു, നഷ്ടമായി പോയി. അവർ കഥ അറിയാവുന്നതുകൊണ്ട് രണ്ടാമത് പോകാനുള്ള മടി പറഞ്ഞെങ്കിലും പലരും ഇപ്പോൾ വീണ്ടും തിയേറ്ററിലേക്ക് പോകുന്നു. അതുതന്നെയാണ് സിനിമയുടെ വിജയം എന്ന് തന്നെ പറയുന്നത്. നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം ഗ്രേറ്റ് മീഡിയാസ്.